അയ്യോ അയ്യോ, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. റൂബി തര സിസ്റ്ററിനോട്, സിസ്റ്റർ ഡോക്ടർ നോജ്, അല്ലെങ്കിൽ തോമസ് ചക്കലാമത്ത അച്ഛനോട്, ആൻഡ്രൂസ് താഴത്തിനോട് അവതരിപ്പിച്ച് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഡിസംബർ, ഈ ഡിസംബർ പോലില്ല, അടുത്ത ഡിസംബർ ക്രിസ്മസിന് വേണമെങ്കിൽ നേരിട്ട് പറയാം. അതൊരു 5, 6, 9 സെൻറ്റൻസിൽ തികയും. അത് പറയണതിന് ഇത്ര ദീർഘിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ന് ഡയറക്റ്റ്ലി പറയേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള ഇടവകയുള്ള എല്ലാ അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റാഫിൽ വടക്കനച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അന്നും കണ്ടിട്ടുണ്ട്, ഇന്നും കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ അന്വേഷിച്ച് വരണില്ലേ, പറഞ്ഞാലും അവർ അവഗണിക്കണ പോലെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് സീക്രട്ട് കമ്മിങ് ആണ്, സീക്രട്ട് റാപ്ചറാണ്, സൈലൻറ്റ് കമ്മിങ് ആണ് എന്ന് ബൈബിളിൽ മുമ്പേ തൊട്ട് എഴുതിയിട്ടുണ്ട്. കള്ളനെ പോലെ വരുന്നു. കള്ളൻ എന്ന പേരക്ഷരമുള്ള തീഫ് വേർഡിലാണ് വരുന്നത്. തീഫ് എന്ന രൂപത്തിൽ നിന്ന് എല്ലാവരുടെയും വെടിത്തത്തിൽ മുഴുകുമ്പോൾ അപ്പോൾ ഒരു സുനാമിയും എല്ലാം വന്നത്, സുനാമി, കൊറോണ എല്ലാം യഹോവയുടെ ശക്തിയിലാണ് വന്നിരിക്കുന്നത്. അതാണ് ജീവനില്ലാത്തത് ആരാധിക്കണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വരുമോ? അത് മനസ്സിലാക്കുന്ന ബുദ്ധി കാണിക്കണം. സുരേഷ് ഗോപി സ്മൂത്ത് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ എല്ലാ സമയത്തിനും വേർഡിനും നമ്പറിനനുസരിച്ച് സൈൻ അനുസരിച്ച് പറയണേ. കൊറോണയാണെങ്കിലും സൈന്, ഏഷ്യയുടെ സിന്നാണെങ്കിലും എല്ലാം 888 26 2 ബാർ 6 വരണ രീതിയിലല്ല വരണേ. നമ്മൾ ജീവനില്ലാത്ത ആരാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ പറയിപ്പിച്ച് പറഞ്ഞ മണ്ടൻ ഡയലോഗ് പറയണ പോലെയല്ല. യേശുവ വരുന്നത് ഒരു സെക്കൻഡ് അറ്റോൺമെൻറ്റിന് ഇല്ല. സെക്കൻഡ് സാക്രിഫൈസിന് വേണ്ടിയല്ല. ഫിസിക്കൽ പ്രീസ്റ്റായിട്ടല്ല വരണേ, ഫിസിക്കൽ കിങ് ആയിട്ടല്ല വരണേ, മെറ്റീരിയലിസ്റ്റിക് കിങ് ആയിട്ടല്ല വരണേ, സ്പിരിച്വൽ കിങ് ആയിട്ട് വരണേ, മെസ്സഹയായിട്ട്. അപ്പോൾ ആത്മാവിൽ ആരാധിക്കണം. അതുപോലെ മമ്മി ഡാഡി എന്ന് പറഞ്ഞ് നിങ്ങളിരുന്നു. ആ മമ്മി ഡാഡി ഞാൻ ആശ്രയിക്കണല്ലോ. മമ്മി ഡാഡി പണ്ട് തൊട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എവിടെയാണെങ്കിലും ഒരു 10 lakhs സേവിങ് വെച്ചിട്ട് ആവശ്യമുള്ളത് കഴിക്കുള്ളൂ. അതുകൊണ്ട് വലിയ ബംഗ്ലാവൊന്നും മേടിക്കാൻ പോകണില്ല. മെറ്റീരിയലിസ്റ്റിക് നേച്ചറൊന്നും എനിക്കില്ല. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, കറക്റ്റായിട്ടുള്ളത്. അല്ലാണ്ട് പിന്നെ ഇപ്പോൾ ചെന്നാലും വേറെ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിലും കൂട്ടത്തോടെ താമസിക്കുമ്പോൾ ഒരു ദിവസം വന്ന് മുഖം കണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച് പോണ പോലെയല്ല. 3 ദിവസം നിൽക്കുക, അപ്പോഴാണ് സംസാരിക്കുക. ഇതൊക്കെ സംസാരിച്ചിട്ടും ചോദിക്കുമ്പോൾ ഫോണിൽ നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കാൻ പറ്റണില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അല്ലാണ് വ്യത്യാസമുണ്ട്, അല്ലാണെന്ന് പറഞ്ഞിരിക്കാനല്ലാണ്ട് അത് ഫുൾ എക്സ്പെൻസീവ് പറയാൻ അറിയില്ലെങ്കിൽ ആ ഫോണൊക്കെ എടുത്ത് അന്നേ തൊട്ട് 2006 തൊട്ട് വന്ന മൊബൈൽ ഫോണൊക്കെ എടുത്ത് ദൂരെ അപ്പുറത്ത് മാറ്റി വയ്ക്കി. അല്ലാണെന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ, ശരിക്കുള്ള കാര്യങ്ങൾ അവരുടെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ റോമൻ കാത്തലിക്കാന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം ചെയ്യാണ്ട് ഒടിഞ്ഞ് നടക്കണവരാണ്. അവർക്കൊന്നും മുഖം ഉയർത്തിയൊന്നും പറയാറില്ല. ഹിന്ദിക്കാരത് പറയില്ല. അവർക്ക് ജസ്റ്റ് മുസ്ലിം, ഈജിപ്ഷ്യൻ എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് വിട്ട് പോകുന്നതിൻ്റെ എന്തെങ്കിലും അറിയുള്ളൂ. യേശുവയ്ക്ക് ഹിന്ദിയിൽ എഴുതിയിരിക്കാൻ അത് തല ഉയർത്തി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ചോദിച്ചു വരുമ്പോൾ ആർഗ്യൂ ചെയ്യാൻ നല്ലോണം അറിയാം. ഈ 1 മിനിറ്റ് മുമ്പിൽ ജനിച്ചിട്ടുള്ളല്ലോ, 1 മിനിറ്റ് മുമ്പിലല്ലോ ജനിച്ചിട്ടിരിക്കണം, എല്ലാം അറിയാം. അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ജോലി യേശു അപ്പം ചെയ്യാൻ പാടില്ല. സാക്രിഫൈസ് എന്ന ജോലി, അൾട്ടിമേറ്റ് സാക്രിഫൈസ് തീർന്നു. അപ്പോൾ ആ സാക്രിഫൈസ് തീർന്നിട്ട് ഇപ്പോൾ വരുന്നത് ഡിറ്റക്ട് ചെയ്യാൻ ഡിസേൺ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ് എന്ന് കാണിക്കാനാണ്. പക്ക റോമൻ ബാപ്റ്റിസം ചെയ്യാനുള്ളവർ, ചെറിയൊരു പാദ്രികളെ സപ്പോർട്ട് ചെയ്യണവരാണ്. അപ്പോൾ പറയുന്നത് മോഡലിന് വേണ്ടിയാണ്, മാതൃക കാണിക്കുന്നതാണ്. അത് യേശുവോട് തന്നെ മാതൃക കാണിക്കണം. റിപ്പീറ്റഡ് സാക്രിഫൈസ് അല്ല. പ്രതിമ ആരാധിക്കുന്നതല്ല, ഓർമ്മയ്ക്കായി വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയും പ്രതിമ ആരാധിക്കാൻ പാടില്ല. സെയിൻസൊക്കെ നമ്മൾ തമ്മിൽ ഉള്ളവരാണ്. യഹോവയിൽ നമ്മൾ തമ്മിൽ പ്രാർത്ഥിക്കണം, പുഷ്ടിപ്പെടുത്തണം. അതുകൊണ്ട് ഒരു സെയിൻറ്റിനെ ആവശ്യമില്ലാണ്ട് സെലക്ട് ചെയ്ത് അവരുടെ പ്രതിമ ഉണ്ടാക്കി അവരുടെ മുന്നിൽ ജപമാല ജൽപ്പന ചൊല്ലി കഴിഞ്ഞാൽ യഹോവയ്ക്ക് അരോചകമാണ്. പക്ഷേ യഹോവയ്ക്ക് ദേഷ്യം വരണല്ലേ, പിന്നോക്കമാണ് ദേഷ്യം കാണിക്കാൻ ഒരു മുതൽക്കൂട്ടാണ്. പക്ഷെ നടക്കേണ്ട സമയത്ത് നടക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അറ്റോൺമെൻറ്റിന് കഴിഞ്ഞു. ഇനിയൊരു സാക്രിഫൈസ് ഇല്ല, അതൊരു കാണിക്കലിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മാതൃക കാണിക്കാനാണ്. റിപ്പീറ്റഡ് സാക്രിഫൈസ് അല്ല. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അതല്ല ഒരു സ്പിരിച്വലി ആരാധിക്കുന്ന രീതിയാണ് പറയണം. വെച്ചാൽ പോപ്പിനാൽ സെലക്ട് ചെയ്യപ്പെടുന്നതല്ല ഈശോയുടെ സെക്കൻഡ് കമ്മിങ്. അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് മെറ്റീരിയലിസ്റ്റിക് പ്രൈം മിനിസ്റ്ററായിട്ട് ഹാൻഡ് ഷേക്കിന് വേണ്ടിയല്ല ഈശോയുടെ സെക്കൻഡ് കമ്മിങ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു
മെറ്റീരിയലിസ്റ്റിക് സെലക്ഷൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് കിങ് ആയിട്ടല്ല വരുന്നത്, സ്പിരിച്വൽ കിങ് ആയിട്ട് മനുഷ്യനെ ആത്മാവിൽ ആരാധിക്കുക. അങ്ങനെ ഒരു സമയം വരേണ്ടത്. റെവലേഷനിൽ വെളിപ്പാടിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് സാക്രിഫൈസസും. അത് യഹൂദിയരുടെ റിപ്പീറ്റഡ് സാക്രിഫൈസ് ഒരു കാലയോളം ടൈം ബീയിങ്ങിൽ നിന്നതായിരിക്കും കാണിക്കണേ. റിപ്പീറ്റഡ് സാക്രിഫൈസ് അല്ലെങ്കിൽ ജീവനില്ലാത്ത വിഗ്രഹാരാധന എല്ലാം നിൽക്കണ സമയം വരും. ബാക്കിയുള്ളവർ സെലക്ട് ചെയ്യപ്പെടേണ്ടവർ സെലക്ട് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ പിന്നിൽ അകപ്പെടും, പിന്നിൽ തള്ളപ്പെടും എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അല്ലെങ്കിൽ സോഷ്യൽ ഹിന്ദുസ് മെറ്റീരിയലിസ്റ്റിക് നേച്ചറൊക്കെ ആരാധിക്കുന്നവർ പിന്നിൽ തള്ളപ്പെടും. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയാണെന്നുള്ള പറയുന്നത് വിശ്വസിക്കുന്നവർക്കും പാതി വിശ്വസിക്കുന്നവർക്കും. പക്ഷെ പാതി വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസമല്ല ശരി. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഫിസിക്കൽ വാലിഡേഷൻ, ഹ്യൂമൻ വാലിഡേഷൻ ന്യൂസ് പേപ്പറിലും ഓൺലൈൻ സൈറ്റിലും വരേണ്ട കാര്യമില്ല. സ്വയം പറയും സെൽഫ് സാക്രിഫൈസ് എന്നൊക്കെ പറയും, പക്ഷേ മറ്റുള്ളവരിൽ നിന്നൊരു ഫിസിക്കൽ വാലിഡേഷൻ ഒരു ന്യൂസ് പേപ്പറിലോ ഓൺലൈൻ സൈറ്റ്സിലോ ഒരു ഹ്യൂമൻ വാലിഡേഷനോ മെറ്റീരിയലിസ്റ്റിക് വാലിഡേഷനോ ഒരു പ്രൂഫിന് വേണ്ടിയല്ല വരണത്. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കിങ് മെറ്റീരിയലിസ്റ്റിക് ഫിസിക്കൽ പ്രീസ്റ്റായിട്ടല്ല ഇനി വരണം, കിങ് ആയിട്ട് വരണു. അല്ലെങ്കിൽ ഒരു എല്ലാവരും അറിയപ്പെടണം, ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ അറിയപ്പെടണ, മനസ്സിലാക്കപ്പെടണ ഒരു കോസ്മിക് വിഷനിലായിരിക്കും വരണം. ഇൻവിസിബിൾ കോസ്മിക് വിഷൻ എല്ലായിടത്തും കാണുന്നുണ്ട്. അത് അറിയില്ലെങ്കിലും അറിഞ്ഞ പോലെയാണ്, കള്ളനെ പോലെ വരാം. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. പ്രീസ്റ്റിനാൽ സെലക്ട് ചെയ്യപ്പെടാനതല്ല, കിങ് ആയിട്ട് വരണം. അതിന് മെറ്റീരിയലിസ്റ്റിക് അവാർഡ് മേടിക്കാനോ മെറ്റീരിയലിസ്റ്റിക് ബഹുമതി നേടാനൊന്നുമില്ല. ഫ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ കാണുന്നു. അത് വരേണ്ടത് ഹോഴ്സിന് കയറിയത് ഞാൻ തന്നെ കടിയാൻ കൊണ്ട് കയറിയതാണ്, ആരും പറഞ്ഞിട്ട് കയറിപ്പിച്ചതല്ല. അപ്പോൾ അതൊക്കെ ഒരു വില കൊടുത്ത് അർപ്പിച്ച സാക്രിഫൈസ്. ഇനി ഒരു സെക്കൻഡ് അറ്റോൺമെൻ്റ് ഇല്ല. കുറച്ച് സെവൻത്തിൻ്റെ കാര്യം പറയും, കുറച്ച് ഹിന്ദു ഇനി ഒരു സെക്കൻഡ് സാക്രിഫൈസ് കൂടി ഉണ്ടെന്ന്. പക്ഷെ അതില്ല, ഒരേ ഒരു സാക്രിഫൈസ് തീർന്നു. ഇനി വരുന്നത് കിങ് ആയിട്ട് വരണം, ജഡ്ജ്മെൻറ്റ് ഡിസേൺ ചെയ്യാൻ, ഡിസ്റ്റിങ്വിഷ് ഹ്യൂമൻ സ്പിരിറ്റ്സ് വെദർ ഫെയർ ഓർ ഫൂളിഷ്, ആ രീതിയിൽ വരണ കാര്യമാണ് പറയണേ. അപ്പോൾ മാറേണ്ട സമയത്ത് മാറാം, മാറിയില്ലെങ്കിലും കൊള്ളാം, മാറിയാലും കൊള്ളാം എന്ന് പറയണ പോലെയല്ല. എന്നാലും അതൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ യേശുവയുടെ കാലത്ത് നിങ്ങൾ പറയും സ്വന്തം ജനം വരെ ത്യജിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതങ്ങനെ ആയതുകൊണ്ട് യേശുവിന് ഗ്ലൂട്ടൻ, തീറ്റ കൊതിയനാണ്, ഡ്രങ്കാർഡാണ്, ഗബ്രയാണ്, അല്ലെ വേറെ എന്താണ് കണാബിയാണ്, തീഫാണ്, അല്ലെങ്കിൽ നഫ്ഷയാണ്, മറ്റില്ലാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അപ്പോൾ ലവ് കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷെ സ്നേഹിക്കുന്നത് ടയേർഡായിട്ട് പ്രസംഗിച്ച് ടയേർഡ് കാണിക്കണതിൽ മൂത്തവനെന്ന അഹങ്കാരമില്ല, റിച്ച് എന്ന പണക്കാരനെന്ന അഹങ്കാരമില്ല. ഹ്യൂമിലിറ്റി, സ്വയം താൻ ഇറങ്ങി വന്ന് അത് തുനിഞ്ഞിറങ്ങാണ്. അല്ലെങ്കിൽ അതിൽ മിണ്ടാണ്ട് സഹിക്കാം. അല്ല വേണ്ട, അങ്ങനെ ദേഷ്യത്തിലൊന്നും പറയണല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ ലവ് കൊടുക്കാം, പക്ഷെ ദേഷ്യം വൈരാഗ്യമില്ല. യേശുവിനെ യഹൂദിയർ കുറേ ഒരു മഗ്ദലനെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വേശ്യനെ, അപ്പോൾ നിങ്ങൾ പാപമില്ലാത്തൊരു കല്ലെറിയും. അതൊരു ചിരി, ഒരു ടെസ്റ്റ് ചെയ്യാൻ ചിരി, ഒരു തമാശയ്ക്ക് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തമാശയ്ക്ക് കുറ്റി പറഞ്ഞു, നിങ്ങൾ ജോസഫിൻ്റെ മോനല്ലേ, കന്യകയെന്ന് പറയാം, ജോസഫിൻ്റെ മോനല്ലേ, യോസഫിൻ്റെ നസ്രക്കാരൻ്റെ മോനല്ലേ എന്ന് പറയുന്നത് ഒരു ചിരിച്ച് ഇത് കളഞ്ഞതാണ്. അവർ തന്നെ സ്വയം അവർക്ക് വേണ്ടി റോമൻസിൻ്റെ കാലയളവിൽ റോമൻസിൻ്റെ അടി കിടക്കുമ്പോൾ ഈ ജോയിഷ് കൂടി സാക്രിഫൈസ് ചെയ്യിപ്പിച്ചെന്തിന് അവർ മനസ്സിലായി, ഇവർ സാക്രിഫൈസ് ചെയ്താൽ ദൈവമാണെന്ന് പറയണു. പക്ഷെ അങ്ങനെയല്ല. പക്ഷേ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചു. അവരും അവരുടെ റിപ്പീറ്റഡ് സാക്രിഫൈസ് വരും കാലയളവിൽ നിർത്തുകയാണ് ചെയ്യുന്നത്, പതിയെ ആ രീതിയിൽ. അപ്പം ആ രീതിയിൽ വരണം. അല്ലാണ്ട് ഒന്നും ഒരു കാര്യം തലയുയർത്തി ഒടിഞ്ഞ് നടന്നും പറയാൻ പറ്റാത്തവരെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അവർ തന്നെ അരുന്ന് കൂട്ടി വാങ്ങി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അരുന്ന് കൂട്ടി വാങ്ങുക ചെയ്തത് 11-8 എന്ന രീതിയിലും 8-8 എന്ന രീതിയിലും അരുന്ന് കൂട്ടി വാങ്ങണ മാസത്തിലാണ് 2019. അത് വേറെ 19 എന്നത് 6-7-10 എന്ന രീതിയിൽ വരുമ്പോൾ 16+10 7-9-10 6-7-10 അല്ല 7-9-10 എന്ന് പറഞ്ഞാൽ 16+26 എന്ന രീതിയിലെല്ലാം കിട്ടേണ്ടതാണ്. കുർബാന പാട്ടുകൾ പാടി ആവശ്യമില്ലാത്ത മുങ്ങി നിവരണം ആ April 21 മുങ്ങി നിവർന്ന്. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത പാട്ടുകളും 2019 2018 2017 പാട്ട് പാടി ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് അതേ 2000 ഓഗസ്റ്റിന് ഡിലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ 2019 2020 4-8 എന്ന് പറയാം, ക്ലോക്കിലെ സമയം തൊട്ടുള്ള 8-8 എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ
2888 2 into 8 16, 8 by 2 16, 16 into 2 16 plus 16 32, 32 വയസ്സാണ് എനിക്ക് കൊറോണ വരുമ്പോൾ. അതുപോലെ ഈ 1988ഉം 288ഉം കൂട്ടുമ്പോൾ 26 കിട്ടണം. അതുപോലത്തെ എല്ലാ ഇതിലും ഇപ്പോൾ 48 ആണെങ്കിലും 16 into 2 അല്ല 48ഉം അതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെയാണ് വരണത്. അപ്പോൾ അതിന് മുമ്പ് വന്നതും എല്ലാം ഈ യഹോവയുടെയും യേശുവയുടെ നമ്പറിൻ്റെ സൈൻ്റെ കണക്ഷനാണെന്ന് പറയണത്. അല്ലെങ്കിൽ യേശുവയുടെ കാലത്ത് നീ എന്നെ 3 കോഴി കൂന്ത് ഈ 12 മണിക്കും രാത്രി 3 മണിക്ക് കൂന്ത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച 6 മണി നേരെ വെളുക്കുമ്പോൾ കൂന്തതല്ല. അപ്പോൾ 3 തവണ കൂവുമ്പോഴേക്കും നീ തള്ളി പറയും ഇല്ല അറിയില്ല, ലവ് കൊടുക്കാം, പക്ഷെ അതിന് കുടിച്ച് ഡ്രഗ് അടിച്ച് ബുക്കിംഗ് അടിച്ച് വീഡിയോ അടിച്ച് നടക്കുന്നില്ല, കുറ്റം പറച്ചിലില്ല. അതറിഞ്ഞാലും ഇവർ സാക്രിഫൈസ് ചെയ്യിപ്പിക്കാൻ വരും, കൊല്ലാൻ വരും. പാപമില്ലാത്തവന് ക്രൂശിക്കുമ്പോൾ അവർക്ക് അറ്റോൺമെൻറ്റ് അവർ തന്നെ കാലയളവിൽ റിപ്പീറ്റഡ് സാക്രിഫൈസ് നിർത്തി. ആനിമൽ സാക്രിഫൈസ് ആണെങ്കിലും ഗ്രെയിൻ സാക്രിഫൈസ് ആണെങ്കിലും റോമൻസിൻ്റെ കാലത്ത് തുടർന്നു. അത് മാതൃക കാണിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ ശരി. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഈ പലസ്തീൻ യുവതികൾ അവിടെ നിർത്തേണ്ടത്. അത് ഏത് കള്ളന്മാർ കുരിച്ചു കൊണ്ട് പോകുമ്പോൾ കരയിപ്പിക്കും, എന്ന് കരയിപ്പിക്കും. അപ്പോൾ യേശു എന്ന് പറയുന്നത് ഇത് തോൽവിയുടെ ലക്ഷണമല്ല. തോൽവിന്ന് ക്രിട്ടിസൈസേഴ്സ് പറയേണ്ട ആവശ്യമില്ല, ഇത് ജയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പലസ്തീൻകാർ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആണുങ്ങളായും പെണ്ണുങ്ങളായും ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളായാലും സ്ത്രീകളെ അപഹരിച്ച് ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുപോകണ്ട. അതിന് ഓർത്ത് കരയുവിന്ന് പറയുന്നുണ്ട്. ഇതിൽ ഓർത്ത് ജയം കൊള്ളുവിൻ എന്ന് പറയും. ജയം കൊണ്ട് അത് ഗുഡ് ഫ്രൈഡേ ആണ്, സന്തോഷിക്കുവിൻ. വിക്ടറി ഡേ എന്നുള്ള പോലെ സാക്രിഫൈസിന് വേണ്ടി തുനിഞ്ഞിറങ്ങി. എന്ന് വെച്ചാൽ മിണ്ടാണ്ട് സഹിക്കുകയാണ്. അയ്യോ കൊല്ലല്ലേ, ഇപ്പോഴത്തെ ക്ലീശ വരയ്ക്കാൻ കൊല്ലല്ലേ എന്ന് മാറി നിൽക്കും. അതങ്ങനെ മിണ്ടാണ്ട് സഹിച്ച് ആ ഹാർട്ട് ബീറ്റ് മരവിച്ച് അത് പുനരുദ്ധീകരിച്ചതാണ്. അതാണ് പുനരുത്ഥാനം, അതാണ് ഉയർപ്പ്, അതാണ്. അല്ലാണ്ട് ഉയർത്തും. തോമസ് സംശയിച്ച് ഡാഡിയുടെ പേര് തോമസ് എന്നിട്ടാണ് ചെറുപ്പത്തിൽ, പിന്നെ ജോസ് എന്നാക്കി. തോമസ് എന്നാക്കിയത് തോമസിനോട് കേരളത്തിന് അവിടെ വന്നിട്ടുണ്ട്. ഒരു സ്പൈസസ് വിൽക്കാനായിട്ട് 2000 വർഷം മുമ്പും 2030 വർഷം മുമ്പ്, അത് നമ്മൾ അറിയണല്ലേ. അത് 1st സെഞ്ച്വറി 2nd സെഞ്ച്വറി ജൂബിഷ് വരെ വരാനുണ്ട്. താബർ മലയിൽ ഉയർക്കാനുള്ള ചിറകും അതില്ല. അതെവിടെ വന്ന് ഗോഡ്സ് ഓൺ കൺട്രിന്ന് ഹെർമൻ ഗുണ്ടർട്ട് ഇട്ടണ പോലെ, അപ്പോൾ ജർമ്മൻ ഗുണ്ടർട്ട് ഇട്ടണ പോലെ ഈ ഗോഡ്സ് ഓൺ കൺട്രി കേരളനെ വിശേഷിപ്പിക്കണ പോലെ കേരളയുടെ അടിത്തട്ട് കന്യാകുമാരി വരെ അടിത്തട്ട് വന്നിട്ട് അവിടെ നിന്ന് മാറി പഴയ ഷിപ്പിൽ വന്നിരിക്കണത് കൊച്ചിയും കണ്ണൂർ വരെ വന്നിട്ടുണ്ട്. ആ കൊച്ചി കണ്ണൂർ വന്നിട്ട് കൊച്ചിയിൽ സ്ഥാപിതമായി ജൂയിഷ് മലയാളികൾ 1st സെഞ്ച്വറിയിൽ വന്നിട്ട്, അത് 2000 years മുമ്പ് ഇവിടെ വന്നിട്ട്. അപ്പോൾ യേശു കാലൊക്കെ അറിയാൻ ബൈബിൾ എഴുതി കണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഷിപ്പിൽ വരെ വന്നിട്ട് അധികം ദൂരമൊന്നും ഷിപ്പ് വരെ വരാൻ. അതുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദിക്കാരും ബ്രിട്ടീഷുകാരും 6th സെഞ്ച്വറിയിൽ ഇവിടെ വരണ പോലെയല്ല. അവരൊന്നും ഇവിടെ വണ്ടികളൊന്നും ഇല്ല കേരളത്തിലേക്ക് അന്ന് വരാനായിട്ട്, ഒരു വണ്ടിയുമില്ല, ഒരു ടെലികമ്മ്യൂണിക്കേഷനും ഇല്ല, ട്രാവൽ കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പോൾ ഷിപ്പ് വരെ വരാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഈ അടിത്തട്ടിൽ വന്ന് ഇന്ത്യയുടെ സബ് കോണ്ടിനെൻ്റ് അടിത്തട്ടിൽ ഏറ്റവും അവസാനത്തെ ശ്രീലങ്കയിൽ കിടക്കണില്ല. ശ്രീലങ്കയിൽ ജൂവിഷ് പോപ്പുലേഷൻ വന്ന് കയറിയതിൻ്റെ ഹിസ്റ്ററി ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത് വായിച്ച് കേൾക്കണമെന്നില്ല, കണ്ടറിയണമെന്നില്ല. അത് കഴിഞ്ഞ് ഈ ജൂവിഷ് മലയാളികൾ കുറേ കറുത്ത ആദിവാസി പ്രിമിറ്റീവ് മലയാളം അങ്ങനെ മാറണേ. അവരുടെ ഇസ്രായേൽക്കാർ അവരുടെ മലയാളം ചോദിച്ച് അവിടെ താമസിക്കണം, മലയാളം ലാംഗ്വേജ് പഠിച്ച് ഇവിടെ താമസിക്കണം. അപ്പോൾ അവർ കല്യാണം കഴിച്ച് വെളുത്ത ഉയരത്തുള്ള നല്ല ഭംഗിയുള്ള കണ്ണുള്ള ജനിക്കണം. അങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മലയാളം പ്രിൻറ്റിങ് ലാംഗ്വേജൊക്കെ മാറി അവരുടെ സോങ്സ് മലയാളം മ്യൂസിക് ഇസ്രായേൽ മ്യൂസിക്കും ചേർന്ന് മ്യൂസിക്കൊക്കെ മാറ്റി അങ്ങനെ ഒരു വരുന്നത്. സുജാതയുടെ മുഖം നോക്ക്, ഷീലയുടെ മുഖം നോക്ക്. ഷീല ജനിച്ചാൽ വിചാരിച്ച് ഹിന്ദുവാണ്. ഷീലയുടെ സെലീൻ എന്നാണ് കണിമംഗലം, കണങ്കുളങ്ങര, ചിയാരം ഇവിടെ അങ്ങനെയാണ് ജനിച്ചതാണ്. സുജാത തൃശ്ശൂർ ജനിച്ചതാണ്. അപ്പോൾ ആ മ്യൂസിക് വരണ രീതി, ആ ഒരു മെലഡി, അതൊക്കെ മാറുന്ന ഇസ്രായേലിൽ നിന്ന് നമ്മൾ കണ്ടുപഠിച്ച് അവിടെ നിന്ന് ജീൻസിൽ നിന്ന് വളർന്ന് വരുന്നത്. പിന്നെ അവർ ഹിന്ദുസ് മാറിയിട്ടുണ്ടോ, പിന്നെ തോമസ് വന്ന് അവരെ ക്രിസ്ത്യാനികളാക്കണം, ജൂയിഷ് മലയാളികളെ. അപ്പോൾ പഴയ പ്രിമേറ്റീവ് ആദിവാസി മലയാളം മാറാണ്. എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യണു. അല്ലെങ്കിൽ കോണിക്കാടൻ എന്നുള്ള വീട്ടുപേര് അങ്ങനെ വരാൻ, പിന്നെ ഇംഗ്ലീഷിൽ അവർ പേര് മാറ്റണം. പ്രിൻറ്റിങ് അക്ഷരങ്ങൾ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടാവണം. അതുപോലെ അതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ മറ്റേ തോമസ് എന്നവർ ക്രിസ്ത്യാനികളാക്കണം. മലങ്കര ക്രിസ്ത്യാനികൾ, മലബാർ ക്രിസ്ത്യാനികൾ, നസ്രാണികൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് അവരുടെ മലയാളം ഭാഷ മാറി ഒരു വേറെ ടൈപ്പുള്ള സ്ലാങ്ങും അതൊക്കെ വരുന്നു. കോണറ്റേഷൻ കുറേ ഇസ്രായേൽക്കാർ സംസാരിച്ച് വരുമ്പോൾ അവർ റസൂലാം എന്ന് പറയുന്നത് യാക്കോബ് തെലുങ്കുൽ ജാക്കോബ് എന്ന് പറയും. യാക്കോബ് കോണിപ്പടിയിൽ നിന്ന് മാലകൾ താഴെ ഇറങ്ങി വരണം കേൾക്കട്ടെ. മലൈക്ക എന്ന് പറയുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ അത് മാലാഖ എന്ന് പറയും, മലയാളത്തിലും അങ്ങനെ ലാംഗ്വേജ് വേർഡ് വ്യത്യാസങ്ങൾ വരണം. അപ്പോൾ ആ ക്രിസ്ത്യൻ വേർഡ്സും ഇസ്രായേലി വേർഡ്സും അങ്ങനെ മലയാളം വേർഡ്സും മ്യൂസിക്കൊക്കെ മാറി വരണം. അവരുടെ രൂപവ്യത്യാസം, കല്യാണം കഴിക്കുമ്പോൾ ഇസ്രായേൽക്കാരും മലയാളികളും അങ്ങനെ ജൂയിഷ് മലയാളി നമ്പൂതിരി ക്രിസ്ത്യനായിട്ട് വരണ രീതി വരണം. തോമസ് വഞ്ചി ജൂയിഷ് മലയാളികൾ ക്രിസ്ത്യാനികളാക്കണം. അപ്പോൾ ആ രീതിയൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോന്ന് വരണതിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് കേരളേനെ ആക്കണം. അപ്പോൾ ആ രീതിയിൽ വരണ തൃശ്ശൂർ എന്ന രീതിയും ആ രീതിക്ക് വരണ രീതി പണ്ട് തൊട്ട് അറിയാം. ഇവിടെ അതിനെ കേരള കൊച്ചി എന്നൊക്കെ അറിയണമെങ്കിലും തൃശ്ശൂർ അവിടെ അടികൊള്ളുണ്ട്. അങ്ങനെ മാറി മാറി വരുന്നതാണ്. അടിത്തട്ടിലുണ്ട്. അപ്പോൾ ആ റെഡിയിൽ വരുമ്പോൾ അപ്പോൾ പറയേണ്ട സമയത്ത് ഒരു ടോക്കിംഗ് വിസിറ്റം. ഇപ്പം അടുത്ത ഡിസംബറിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോഴിപ്പോൾ പറഞ്ഞ് കേൾപ്പിനുണ്ടെങ്കിലും 5 സെൻറ്റൻസ് അവതരിപ്പിച്ചത് പറയണോ വേണ്ടയോ എന്ന് ചോദിക്കണതിന് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ എല്ലാവരും കേട്ടാൽ അതുപോലെ കേൾക്കണമെന്നില്ല. ഇപ്പോൾ മുസ്ലിംസിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടാവണില്ലേ, ഹിന്ദിയും ജപ്പാനീസൊക്കെ ഞങ്ങൾ പറഞ്ഞ് സുനാമി കൂടെ ആയിരുന്നു കുട്ടി വാങ്ങിയത് വെറുതെ അല്ല. അപ്പോൾ 25 ഡിസംബർ ഈ സൂര്യ ഭഗവാൻ ക്രിസ്മസ് ഡേറ്റിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയണേ. പറഞ്ഞു വരുമ്പോൾ ഒരു 9 സെൻറ്റൻസിൽ പറയണതിൽ വലിയ കാര്യമുണ്ടാവും, അത്രേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറയാം. സാധാരണ രീതിയിൽ ഒരു ചെറിയ 50 സെൻറ്റൻസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞ് അവതരിപ്പിച്ച് പറയണമെന്നുള്ളൂ. അതുകൊണ്ട് വലിയ അപ്പോൾ പറയേണ്ടത് 6 ഡിസംബറിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ കാണാം, അത്രേ പറയുള്ളൂ. അപ്പോൾ അതിൽ അടങ്ങുമല്ല കേൾക്കണ രീതിയാണെങ്കിലും. അപ്പോൾ ഈ ഹിന്ദിക്കാർ ഇവിടെ വരണല്ലേ വെച്ചാൽ അവിടെ വരണുള്ള ജപ്പാനീസുകാർ വരണുള്ള മുസ്ലിംസ് ക്രിസ്ത്യാനി ആവണ രീതിയില്ല. അവരിതുപോലെ പറയില്ല. അത് മനസ്സിലാക്കുക. അവർ മണ്ട ഡയലോഗ് അടിച്ച് കള്ളും കുടിച്ച് കൂട്ടൊക്കെ കഴിച്ച് ബീഡി വലിച്ച് കൂട്ടത്തോടെ ഇരുന്ന് ഡ്രഗ് അടിച്ച് ഒരു വെടിത്തം പറഞ്ഞിരിക്കും. അതല്ല, ഇത് വളരെയേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതല്ല, അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അവർക്ക് ക്രിസ്ത്യാനിയെ കുറിച്ച് അറിയില്ല. അപ്പോൾ അതിരുവേഷം കെട്ടി ഓരോ വെടിത്തം ചെയ്തിരിക്കും. അത് മാതൃകയാണെന്ന് വിചാരിച്ചിട്ട് ഫാൻസി ഡ്രസ്സ് ഇടണ പാതിരിക്കാരെ നിങ്ങളൊന്നും പറയണമല്ലോ. അമേരിക്കയിൽ ചെന്ന ഒരു ആൾക്കാർ ടൂറിസ്റ്റുകളെ വെടിവെട്ടി വീഴ്ത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് നേരമില്ല. അപ്പോൾ എനിക്കിഷ്ടമല്ല ഈ വയസ്സായ ആൾക്കാർ പ്രസ്താവിക്കുന്നത്. അവർ പറയുന്നത് ഒരു കാര്യം അനുസരിച്ച് പറയണം, ഒരു നമ്പർ അനുസരിച്ച് വന്നിരിക്കുന്നത് 2888 3 24+2 26 യഹോവയുടെ സമയം യേശുയുടെ സമയം വെറുതെ വായടിക്കല്ല. അപ്പോൾ അവർ എന്താ പറയണേ, ഈ വെറുതെ പെടുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അത് മാറാൻ പറഞ്ഞാൽ അത് മാറില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് രീതിയിലുള്ള സെക്കൻഡ് ബർത്ത് അല്ല പറഞ്ഞത്, സ്പിരിച്വലായിട്ടുള്ള സെക്കൻഡ് ബർത്തിന് ഗുണം ചെയ്യും. അതിനുള്ള ചേഞ്ചസ് വരേണ്ടത് പറഞ്ഞു. ഇപ്പോൾ ഞാൻ 112 വയസ്സ് വരെ ജീവിച്ചാലും 2100 ബാപ്റ്റിസം ചെയ്ത അതേ April 21 പോപ്പ് മരിച്ച അതേ 88 വയസ്സിൽ 21+4 25 എന്ന പോലെ 2025 25 10 8 16 10+10 10+16 26 എന്ന സമയത്ത് തന്നെ 788 25 88 എന്ന രീതിയിൽ 88 വയസ്സ് 266 പോപ്പ് ഞാൻ കൂട്ടണമല്ലേ, 66 വരുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്രൈസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും ഇവരെ യേശുവിനെ ആൻറ്റിക്രൈസ്റ്റാന്ന് വിചാരിക്കും. അവഗണിച്ച് കളയുന്നല്ല, ആൻറ്റിക്രൈസ്റ്റാന്ന് വിചാരിച്ച് ഫിയറിലൂടെ കാണും. ചിലർ റിഡംഷനിൽ, ചിലർ റിപ്പൻറ്റൻസിൽ, ചിലർ ജോയ്ഫുള്ളിൽ, ചിലർക്ക് പല രീതിയിലുള്ള മനോഭാവങ്ങളായിരിക്കും, മനമാറ്റം. അപ്പോൾ ഈ യേശു അത്രയ്ക്കും മിണ്ടാടാണ് സഹിച്ചത്. അല്ലെങ്കിൽ അതിന് പുനരുദ്ധരിക്കേണ്ടി വരില്ലായിരുന്നു. പുനരുദ്ധരിച്ചത് അങ്ങനെയാണ്, ഹാർട്ട് ബീറ്റ് മരവിച്ച് പുനരുദ്ധരിച്ചത് ആ മിണ്ടാണ്ട് സഹിക്കുക. പണക്കാരനെന്ന അഹങ്കാരമില്ലാതെ, അല്ലെങ്കിൽ എന്തിൻ്റെ അഹങ്കാരമില്ല എന്ന് പറഞ്ഞ് മൂത്തവനെന്ന അഹങ്കാരമില്ല. അത് അങ്ങനെയുള്ളൊരു രീതിയിലാണ് വരുന്നത്. കുറേ കഴിഞ്ഞ് 500 വർഷം കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി മാറുന്നതാണെങ്കിലും അത് അന്നേ തൊട്ട് അറിയാം, അന്നേ തൊട്ട് അടിത്തട്ടിൽ കിടക്കേണ്ടത് അത് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോഴത്തെ സെക്കൻഡ് കമ്മിങ് അവരുടെ ബർത്ത്ഡേയും ആഘോഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ജഡ്ജ്മെൻ്റ് ഒരു വേറെ രീതിയിൽ കാണാം, എല്ലാവരും കാണും. പക്ഷെ ആരും അതിനെ കേട്ടറിയിക്കുക ഇങ്ങനെ ഉണ്ട്, കേട്ടറിയേണ്ട കാര്യമില്ലാന്ന്. ഇൻവിസിബിൾ കോസ്മിക് ഒരു റേസ് ഈ രീതിയിൽ കാണും. പക്ഷെ അത് അറിഞ്ഞാലും ആ ഒരു രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. എന്നാലും മനസ്സിലാക്കിയാലും മാറണവരുണ്ട്. ചിലവർക്ക് അത് പൂർണ്ണ റിഡംഷൻ, പൂർണ്ണ ജഡ്ജ്മെൻറ്റിൽ ജയം കണ്ടെത്തുന്ന രീതിയായിരിക്കും എന്ന് പറയണത്. അപ്പോൾ അതിൽ പീസ്ഫുള്ളായിട്ടുള്ളതാണ്, അതിൽ വെനജൻസ് ഇല്ല ജഡ്ജ്മെൻറ്റിൽ. അപ്പോൾ അത് ഫുൾഫിൽമെൻറ്റ്, ആ പീസ്ഫുൾ അറ്റോൺമെൻറ്റ് ചെയ്തതിൻ്റെ പീസ്ഫുൾ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ കാര്യമാണ് പറയുന്നത്.